ഈ രാജ്മ പയർ നമുക്ക് കറി വെക്കാനായിട്ടാണ്. നമ്മൾ 5-6 മണിക്കൂർ കുതിർത്തെടുത്ത് വെച്ചേക്കാണ്, കഴുകിയെടുത്ത് വെച്ചേക്കുന്നത്. കുക്കറിലിട്ട് വേവിക്കണം നമുക്ക്. അതിന് ചേർക്കാനായിട്ട് ഇച്ചിരി ജീരകം, കറുവപ്പട്ട, പെരുംജീരകം, ഈ സ്റ്റാർ, ഏലക്ക, ഗ്രാമ്പു ഇതെല്ലാം ഉണ്ട്. ഇത് നമ്മൾ ചൂടാക്കി പൊടിച്ച് ചേർക്കും. പിന്നെ 2 തക്കാളിക്ക അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് 2 എണ്ണം. പിന്നെ ഈ ബേ ലീഫും ഇച്ചിരി മല്ലിയിലയും, പിന്നെ ബാക്കി ചേർക്കാനുള്ള പൊടി ഐറ്റം എല്ലാം ചേർക്കുമ്പം പറയാം. ഉപ്പും അതും. നമ്മളിത് കുക്കറിൽ വേവാനായിട്ട് വെക്കുവാണ്. സീറ്റി അടിക്കട്ടെ 3-4. നമുക്ക് ഇത് കുക്കറിൽ തട്ടിച്ച് പൊടിക്കാനുള്ളതെല്ലാം കൂടെ ചൂടാക്കാതെ ചൂടാക്കി പൊടിച്ച് നമുക്ക് ചേർക്കണം. നമുക്ക് തണുത്തിട്ട് പൊടിക്കാവേ. അത് പൊടിക്കണം. സവോള ഇടുവാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം ഇടുവാണ്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. ചേർപ്പാണ്. നമ്മുടെ ഇല ഇടാവേ. അരച്ച തക്കാളിക്കായി ചേർക്കാവേ. പതിനഞ്ച് വന്നിട്ട് നമുക്കിനി ഉപ്പൊടി മസാലകളെല്ലാം ചേർക്കാതെ മസാലകൾ ചേർക്കാം. മഞ്ഞൾ പൊടി, മുളക് പൊടി, നമ്മൾ പൊടിച്ച് വെച്ച സാധനം എല്ലാം കൂടെ, ഏലക്ക, ഗ്രാമ്പു, പട്ട അതെല്ലാം കൂടെ അതിൻ്റെ അകത്ത് നമുക്കിത് ഇട്ട് നമ്മുടെ പഴയ പറഞ്ഞ കൊണ്ട് അത് ഇടുക. ചളിങ്ങനെ അടച്ച് വെക്കാവേ. ചളിങ്ങനെ അടച്ച് വെക്കാവേ. കറി തുറന്ന് നോക്കാം. നമുക്ക് തീ അണയ്ക്കാമേ. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ രാജ്മ കറി റെഡിയായി.